ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 690 റേഞ്ചിൽ വരുന്ന സാരീസാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ 3 പേരെ വീതം തിരഞ്ഞെടുത്ത് ടോട്ടൽ 9 പേർക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്നലെ നമ്മൾ ഗീവ് അവേയുടെ അതായത് ഡിസംബർ മന്തിൽ വിന്നേഴ്സിൻ്റെ ഗീവ് അവേയുടെ റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് നേരത്തെ അനൗൺസ് ചെയ്തു. അതിൻ്റെ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഇന്ന് നമ്മൾ വീഡിയോയിൽ 2 ടൈപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സെമി സിൽക്കും ഒന്ന് കോട്ടായിലും വന്നിരിക്കുന്ന മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതേപോലെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് സാരി കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. നമുക്ക് എങ്ങനെ വേണേലും വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. ഒട്ടും ഇങ്ങനെ റഫായിട്ട് അങ്ങനെയൊന്നും നിൽക്കുന്ന മെറ്റീരിയലല്ല. നമുക്ക് ദേഹത്തിടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ. എന്നാൽ ഇങ്ങനെ ബോഡി ഹഗ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് കിടക്കുകയില്ല. അതിനകത്തേക്കൂടെ കണ്ടോ, ഇതൊരു പേസ്റ്റൽ ഗ്രീനിൽ ഡാർക്ക് ഗ്രീനിലുള്ളൊരു വീവ് ഡിസൈനാണ്. അതും നല്ലൊരു ഡിസൈൻ പോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. അത്രയും നന്നായിട്ട് അതിനകത്ത് ആ വീവ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി മുന്താണി വരുമ്പോൾ ഇത് കണ്ടോ, ഡാർക്ക് ഗ്രീൻ മുന്താണി. അതിനകത്തും ഇങ്ങനെ ആ ഒരു ത്രെഡ് വീവ് ഡിസൈനാണ്. ഇതൊന്നും ഇങ്ങനെ വളയിലൊന്നും പിടിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. കണ്ടോ, ബ്ലൗസ് വരുമ്പോൾ ഡാർക്ക് ഗ്രീൻ വന്നിട്ട് സ്ലീവ് എൻഡിൽ ആ ഒരു ത്രെഡ് വീവ് ഡിസൈൻ വരും. 690 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ആ റേഞ്ചിന് നല്ല അടിപൊളി സാരീസാണ് കേട്ടോ. നമുക്കൊരു ക്യാഷ്വൽ വെയർ ആയിട്ടും റെഗുലർ വെയറും പെട്ടെന്നൊന്നും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ നല്ല സാരീസാണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ. ലാവൻഡറിനകത്ത് നമുക്ക് ആ ഒരു ത്രെഡ് വരുമ്പോൾ പർപ്പിൾ കളറിലുള്ള ത്രെഡാണ് വരുന്നത്. അപ്പോൾ അതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ആ ഒരു കളർ ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. 690 നല്ല സാരീസാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ. സാധാരണ ഇങ്ങനെ കുറഞ്ഞ മെറ്റീരിയൽ വരുമ്പോൾ മെറ്റീരിയൽ ഒരു അല്പം ചിലപ്പോൾ ഒരു കുറച്ച് സ്റ്റിഫായിട്ടും ഇച്ചിരി ഒരു സ്മൂത്ത് ഫിനിഷ് ഇല്ലാതെയൊക്കെ വരും. ഇത് അങ്ങനെയല്ല, നല്ല സാരീസാണ്. ഇതെനിക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അടുത്തത് വരുന്നത് ഒരു ബേജ് ടോൺ, ബേജ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. അല്പം ഒരു ഗ്രീനിഷ് ചേർന്നിട്ടുള്ള ബേജില്ലേ, അങ്ങനത്തെ ബേജാട്ടോ. അതിനകത്ത് മെറൂൺ കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോഴും നമുക്ക് മെറൂണിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇതെല്ലാം പർച്ചേസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അടുത്തത് വരുന്നത് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ആൻഡ് മെറൂൺ. എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ്. ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ആൻഡ് മെറൂൺ. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ മെറൂൺ.
690 റേഞ്ചേ ഉള്ളൂ കേട്ടോ. നല്ല സാരീസാണ്. അടുത്ത വരുന്നത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ഒരു പുതിയ കളേഴ്സും പുതിയ പാറ്റേണുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇതേ 990 റേഞ്ചിൽ വരുന്ന സാരീസാണ്. കോട്ട മെറ്റീരിയലിൽ നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ ഇച്ചിരി സ്റ്റിഫ്നെസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാം. ഒരു പിങ്ക് ടോൺ, പിങ്ക് ബോഡിയിൽ ഇതേപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. 2 എഡ്ജിലും ഇതുപോലെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. 990 കോട്ട മെറ്റീരിയൽ. നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഇതും നല്ല സാരീസ്. അങ്ങനെ ഉടുക്കാനും നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ ടോൺ. ഒരു പിസ്ത ഗ്രീൻ. ഇതാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത്. മുന്താണി വരുമ്പോൾ മുന്താണിയിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരും. സെയിം പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഒരു പീച്ച് ടോൺ, പീച്ച്. പീച്ച്. ഇത് നമുക്ക് എങ്ങനെ വേണേലും വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. അതെ, അടുത്തത് വരുന്നത് ഒരു ഗ്രീനിഷ് ടോൺ. മുന്താണി 990 റേഞ്ചിൽ വരുന്ന. അപ്പോൾ ഇന്നത്തെ 2 സാരീസും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. ainsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പറും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അതിനകത്തേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അപ്പം പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.